രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എൻ്റെ മിക്സി എനിക്ക് പണി തന്നു. അപ്പം മിക്സി എന്നോട് ഭയങ്കര പിണക്കമാണ് കേട്ടോ. മിക്സി എന്നോട് പറയണത് എന്നും എന്നെ എന്തിനാ ഒരു ഫ്ലഗിൽ തന്നെ കൊടുക്കണം, നീ വേറെ ഏതെങ്കിലും ഒരു ഫ്ലഗിൽ കൂടെ കൊടുത്തു നോക്ക്, എനിക്ക് എന്നും ഒന്ന് ഈ ഫ്ലഗിൽ തന്നെ കയറിയിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് കേൾക്കാതെ മിക്സിയോട് പിണങ്ങിയിട്ട് നീ പോ നിൻ്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞ് ഞാനിതാ മീനിൻ്റെ രാവിലെ അമ്മിയിൽ അരച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുവന്ന് വേറൊരു ഫ്ലഗിൽ കൊടുത്തപ്പോഴേക്ക് ആളങ്ങ് ഉഷാറായി. അങ്ങനെ ഞാൻ രാവിലെ ദോശയ്ക്ക് കറിയൊക്കെ അരയ്ക്കാൻ വേണ്ടി മിക്സിയിൽ തന്നെയാണ് കേട്ടോ അരച്ച് പറക്കിയെടുത്തത്. അങ്ങനെ ദേ രാവിലത്തെ അടുക്കളപ്പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ബാക്കി അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞു. ഇനി മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടം പിന്നെ പോയി നിൽക്കുന്നത് റബ്ബർ വിളയിലാണ് കേട്ടോ. പാലെടുപ്പ് ചീറ്റടിപ്പ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് ഓടാനുള്ള തകൃതിയാണ്. അങ്ങനെ രാവിലെ ഇതേ എല്ലാം ഒതുക്കി പറക്കി എടുത്തതിന് ശേഷം ഇതാ ഓടാൻ പോവുകയാണ്. എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് ഞാനിതേ റബ്ബർ വിളയിൽ എത്തിക്കഴിഞ്ഞു. ഇതേ പാലെടുക്കാൻ തുടങ്ങി. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ഇതാ പാലെടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അങ്ങനെ ഇത് എൻ്റെ പാലെടുക്കാൻ വേണ്ടിയുള്ള ഈ വർഷത്തെ യൂണിഫോമാണ്. അടുത്ത വർഷം ചിലപ്പോൾ ഇതിനെ മാറ്റിയാലായി, ചിലപ്പോൾ മാറ്റിയില്ലെങ്കിലായി. ഇപ്പം മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അങ്ങനെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ ഇതാ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കോരാൻ പോവുകയാണ്. ഞാൻ ഈ നിൽക്കുന്ന റബ്ബറിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ ഷീറ്റ് ഒഴിച്ച് വയ്ക്കുന്നത്. അങ്ങനെ വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കോരിയെടുക്കുന്നത്. അങ്ങനെ അവിടെ പോയി കോരി എടുത്ത് അതെൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീടാണ്. ഞങ്ങൾ കുഞ്ഞുകാലം മുതലേ ഒന്നിച്ച് അപ്പുറവും ഇപ്പുറമായിട്ട് വളർന്നവരാണ്. ആ ബന്ധം ഇന്നും നിലനിർന്ന് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഞാനിത് അവിടെ ചെന്നാണ് വെള്ളമൊക്കെ കോരിയത്. അവിടെ പൈപ്പില്ല കേട്ടോ, അതുകൊണ്ട് അവിടെ ചെന്ന് വെള്ളം കോരി. അത് കഴിഞ്ഞ ശേഷം ഞാൻ വെള്ളം കോരി പുറത്തിറങ്ങി അവളോട് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ വന്ന് അവിടെ നിൽപ്പുണ്ട് കാര്യം പറയാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. ഇതേ പാലൊക്കെ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഞാനിതാ എൻ്റെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാനിതേ ഓടിപ്പിടച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു. വീട്ടിലെത്തിയതാ പിന്നെയും ഉണ്ട് കേട്ടോ കുറേ മുറ്റം അടിക്കാനായിട്ട്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി അങ്ങനെ വന്നതിന് ശേഷം പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മുറ്റം അടിപ്പ് നടക്കൂല. പണ്ടൊക്കെ പറയും, അയ്യോ രാവിലെ സൂര്യൻ ഉദിച്ചാൽ മുറ്റവും തൂത്തുകൂടാ, വാരിക്കൂടാ, തളിച്ചുകൂടാ, അതൊക്കെ പറയുന്നില്ലേ. ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കൂല. പണ്ട് നമ്മൾ രാവിലെ എണീറ്റാൽ ഉടനെ മുറ്റമൊക്കെ തൂത്ത് റെഡിയാക്കിയ ശേഷം മാത്രമേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ്. അമ്മ ഓട്ടിച്ചിട്ടടിക്കും, അച്ഛൻ അങ്ങനെ വലുതായിട്ടടിക്കൂല. കിട്ടിയാൽ കിട്ടി, എന്നാലും കുറയും. അമ്മയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് നിൽക്കും. അമ്മയാണെങ്കിൽ അടി ഉറപ്പാണ്. മുറ്റം തൂത്തില്ല, വൈകുന്നേരം വന്ന് തൂപ്പിക്കും, വാരിക്കും. രാവിലെയും വൈകുന്നേരം അന്നത്തെ കാലത്ത് മുറ്റടി ഉണ്ടല്ലോ. ഇന്നത്തെ പിള്ളേരാരും അവർക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോയിട്ട് വന്നതേ ഞാനിതാ മുറ്റം അടിപ്പും പരിപാടികളൊക്കെ നടക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു കുളിയാണ്. കുളിച്ച് റെഡിയാവും. പിന്നെ ഇന്ന് അന്നദാനം കഴിക്കാൻ അവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അന്നദാനം കഴിക്കാൻ പോകണം. അങ്ങനെ അപ്പർ സൈഡെല്ലാം തൂത്തൊതുക്കി. ഞാൻ പക്ഷെ തൂത്തൊതുക്കി എല്ലാം തീർന്ന് വൈകുന്നേരം ആകുമ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാ ഇലകളും വീണ്ടും കൊഴിഞ്ഞ് കിടക്കും. രാവിലെ തൂത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.